നമസ്കാരം. ദേശാഭിമാനിയുടെ ഓൺലൈൻ വിഭാഗം കുറെ കൂടി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി തുടങ്ങിയ പുതിയ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ അഭിമുഖത്തിന് നമ്മളൊപ്പമുള്ളത് CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷാണ്. നമസ്കാരം മാഷെ. പുതിയ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം, ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്നലെ ആയിരുന്നു ഡൽഹിയിലെ വളരെ ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കുന്ന വളരെയധികം ജനശ്രദ്ധ നേടിയ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു സമരം, ഇടിമുഴക്കം പോലെ ഒരു ഇന്ത്യയാകെ മുഴങ്ങിയ ഒരു സമരം. ആ സമരത്തിൻ്റെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കും. അതായത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു സമരമല്ല അത്. എത്രയോ കാലമായി ഫെഡറൽ സംവിധാനത്തിനും സംസ്ഥാനങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെ തകർക്കത്തക്ക രീതിയിൽ ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെയുള്ള നിലപാടുകൾ തീർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിനും എതിരായി വലിയ ഒരു ജനകീയ പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെടുത്തിയിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ കഴിഞ്ഞ നവകേരള സദസ്സോടുകൂടി 140 നിയോജക മണ്ഡലത്തിലും കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ചും കേരളം അഭിമുഖീകരിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾ സംബന്ധിച്ചുമെല്ലാം നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ വിശദീകരണം നൽകുകയുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒപ്പം തന്നെ കേന്ദ്രം കേരളത്തോട് എടുക്കുന്ന നിലപാട്, ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള സമീപനം, മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഭരണഘടനയെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് മതധ്രുവീകരണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, കേരളത്തിൻ്റെ പ്രത്യേകത, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം പോലെ അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഒരു ഇടപെടൽ പോലെ കേരളത്തിലെ ജനങ്ങളുടെ മേലെ ശരിയായ തരത്തിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് മാത്രം ഈ കാര്യം നേടാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സമരമാർഗ്ഗമില്ലാതെ വേറെ വഴിയില്ല. അത് ഗവൺമെൻറ് തന്നെ ഒരു സമര മുന്നണിയിലേക്ക് പോവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും ഉൾപ്പെടെ അവിടെ നൂറുകണക്കിന് ആളുകൾ വേറെ ജനങ്ങളാകെ ഇതിൻ്റെ പിന്നിൽ അണിനിരന്ന് വരികയുണ്ടായി. അവിടത്തേക്ക് സമരം നയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സമരം നടത്താൻ തീരുമാനിച്ചപ്പോൾ അത് കേരളത്തിൻ്റെ മാത്രം ഒരു സമരമല്ല എന്നൊരു തിരിച്ചറിവ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ ഗവൺമെൻറ്റിനും യഥാർത്ഥത്തിലുണ്ട്. കാരണം കേരളം പോലെ തന്നെ സാമ്പത്തിക ഉപരോധവും ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമായ ലക്ഷ്യം നേടാനുള്ള ഭരണവർഗത്തിൻ്റെ സമീപനങ്ങളും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അവരുടെ നീക്കങ്ങളെല്ലാം അനുഭവിച്ച് ഇപ്പോഴും ഗവൺമെൻറ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാടിൻ്റെ അനുഭവമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റേതാണെങ്കിലും കർണാടകത്തിൻ്റെ സ്ഥിതിയുണ്ട്, തെലുങ്കാനയുടെ പ്രശ്നമുണ്ട്, പഞ്ചാബിൻ്റെ ഉണ്ട്, ഡൽഹിയുണ്ട്, അതുപോലെ തന്നെ ബംഗാളുണ്ട്, തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആശ്രയിക്കാവുന്ന അത്രയുള്ള പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയുമാണ് നമുക്ക് തീർച്ചയായിട്ടും അണിനിരത്താനാവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റിനെ നമ്മൾ ക്ഷണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടും കെജ്രിവാളിനെയും അതേപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയെയും പിന്നെ ഫറൂഖ് അബ്ദുള്ള, വളരെ പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കുലപതിയാണ്, അദ്ദേഹത്തെയും പിന്നെ അഭിഭാഷകൻ എന്ന രീതിയിലും പഴയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് എന്ന നിലയിൽ കപിൽ സിബലും ഒക്കെ പങ്കെടുക്കുന്ന നിലയുണ്ടായി. പിന്നെ ഓരോ പ്രാദേശിക തലത്തിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും കേരളത്തിലുള്ള നേതാക്കന്മാരെല്ലാം കൂടി പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മുൻകൈ എങ്ങനെ, ഒരു സമരം നടത്തി പ്രക്ഷോഭം നടത്തിയെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടതുപക്ഷ മുൻകൈ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് പലരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ BJPയുടെയും BJPയോടൊപ്പം നിൽക്കുന്ന, ഇപ്പം BJPയോടൊപ്പം അധികം നിൽക്കാൻ ആളില്ല, BJPയുടെ ദുർബലതയാണ് എങ്ങനെയും കാലുമാറ്റി ഒപ്പം നിർത്തിയാൽ മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. ഇത് ഒരു വിപുലമായൊരു പാനലാണ്. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്ത്, റെസിഡന്റ് എഡിറ്റർ VB പരമേശ്വരൻ, ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ KJ തോമസ്,
ഇവരൊക്കെ ഈ ചർച്ചയിൽ പങ്കാളികളാണ്. അവരും നമ്മളോടൊപ്പം ചേരും. ഇതിൽ പക്ഷേ അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. കാരണം തൊട്ട് തലേ ദിവസം കോൺഗ്രസ് ഒരു സമരം നടത്തി, കർണാടകയിൽ കോൺഗ്രസ് സമരം നടത്തി. ഖാർഗെ പങ്കെടുക്കുന്നു, സിദ്ധരാമയ്യ പങ്കെടുക്കുന്നു, DK ശിവകുമാർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സമരം. ഈ സമരം വരുന്നതോടുകൂടി BJPക്ക് മറ്റൊരു ആയുധം ലഭിക്കുകയാണ്. ഇത് നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമമാണെന്നുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ സമരം വരുന്നതോടുകൂടി ഇതിൽ നിന്നും ആ ഒരു ആരോപണത്തെ നിർവീര്യമാക്കിക്കൊണ്ട് ഇതൊരു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ഉൾപ്പെടുന്ന ഒരു സമരമാണ് എന്നുള്ള എല്ലാ BJP ഇതര പാർട്ടികളും നേരിടുന്ന ഒരു വിഷയമാണ് എന്നുള്ള നിലയ്ക്ക് ഒരു ദേശീയ പ്രശ്നമായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസത്തിന് എങ്ങനെ? അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഒന്ന്, ലോകത്ത് എവിടെയുള്ള ഫാസിസ്റ്റുകളും ഉപയോഗിക്കുന്നത് വലിയ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന എന്താണോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ദേശീയതയാണ്. ഇവിടെ ഹിന്ദു ദേശീയതയാണ് BJP RSS പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആ ഹിന്ദു ദേശീയതക്കടയിൽ വംശീയമായ വേർതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനവും അവർ സംഘടിപ്പിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആ പ്രയോഗം. ഇന്ത്യയെ വിഭജിക്കാൻ പോവുകയാണ്. അപ്പോൾ ദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ദേശീയത ഉയർത്തിപ്പിടിക്കും. പ്രത്യേകിച്ച് അവർ ഹിന്ദു ദേശീയതയാണല്ലോ, അത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം അവർ നൽകുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഇന്ത്യ നിലനിർത്തുക എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ CPIM ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇതിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ള നിലപാടല്ല ഈ പാർട്ടികളൊന്നും, തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടികളൊന്നും സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രത്യേകതകളുള്ള ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന യഥാർത്ഥത്തിൽ രൂപമെടുക്കുന്നതിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു വിഭാഗമാണ് ഇന്നത്തെ ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന റൂളിംഗ് പാർട്ടി. അവരന്ന് എതിരായിരുന്നു, ഇതിനൊക്കെ എതിരായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നിന്ന ഇവരിപ്പോൾ ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി അവരാഗ്രഹിക്കുന്ന പുതിയ മുദ്രാവാക്യം രംഗത്തേക്ക് അവതരിപ്പിക്കുകയാണ്. അത് ഈ കേരളത്തിലും ഇന്ത്യയിലും എവിടെയും വിലപ്പോവില്ല എന്ന ഉറച്ച നിലപാടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉള്ളത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ഭരണവർഗമാണ്. അല്ലാണ്ട് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകാൻ ഇവരിങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഒരാരോപണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് കാര്യം. ഇത് സഖാവ് VB പരമേശ്വരൻ, നമ്മുടെ പ്രസിഡന്റ് ലെറ്ററാണ്. ദീർഘകാലം ഡൽഹിയിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും പത്രപ്രവർത്തന പരിചയമുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റാണ്. അത് ഈ ഇന്ത്യ മുന്നണിക്ക് പലപ്പോഴായിട്ട് തിരിച്ചടികൾ നേരിടുന്നുണ്ടെങ്കിലും ഇന്നലത്തെ ആ ഒരു സമരം അതിനെ എത്രത്തോളം റിവൈവ് ചെയ്യാൻ സഹായിക്കുന്നുവെന്ന് പരമേശ്വരന് തോന്നുന്നുണ്ട്? ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ നേതൃത്വത്തിലുള്ളത് കോൺഗ്രസ് ആണെന്നുള്ളതാണ്. കാരണം കോൺഗ്രസ്സിനാണ് ഈ മുന്നണി എങ്ങനെ നയിക്കേണ്ടത്, എങ്ങനെയാണ് BJPക്കെതിരെ ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. പക്ഷേ കേരളം നടത്തിയ സമരത്തിന് തൊട്ട് തലേന്ന് കർണാടക സമരം നടത്തി. ആ കർണാടക സമരത്തിൽ കർണാടകയിൽ നിന്നുള്ള ആളാണ് പാർട്ടിയുടെ അധ്യക്ഷൻ. ആ പാർട്ടിയുടെ അധ്യക്ഷൻ പോലും ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. ആ അധ്യക്ഷൻ പങ്കെടുത്തിരുന്നുവെങ്കിൽ ആ കർണാടക സമരത്തിന് ഇന്നലെ കിട്ടിയതിൻ്റെ മിനിയാന്ന് കിട്ടിയതിൻ്റെ ഒരു പ്രചാരണം കുറച്ചും കൂടി കൂടുമായിരുന്നു. അതിന് അവർ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ ശ്രമിക്കാത്തത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് BJP ആയിട്ടാണ്, മോഡി ഗവൺമെൻറ്റുമായിട്ടാണ്. മോഡി ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് അണികൾ നിർത്തേണ്ടത്, ഇങ്ങനെയാണ് കൂടുതൽ കക്ഷികളെ ഈ ആവശ്യത്തിന് പിന്നിൽ അണിനിരത്തേണ്ടത് എന്ന് അവരാണ് കാണിച്ചു തരേണ്ടത്. അവർ കാണിച്ചു തന്നില്ല. അതോടെ ഇപ്പോൾ ഗോവിന്ദമാഷ് ഇപ്പോൾ പറഞ്ഞു, ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ദിശാബോധം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളത് ഇടതുപക്ഷമാണ്. വളരെ കറക്റ്റാണത്. കാരണം ഇടതുപക്ഷത്തിന് ഒരിക്കലും നിങ്ങൾ ലോക്സഭയിലെയോ നിയമസഭയിലെയോ സീറ്റില്ലായ്മയോ കൊണ്ട് അളക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അതൊരു ആശയ പദ്ധതിയാണ്, പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിന് ഇന്നും ഇന്ത്യയിൽ വളരെ വേരുറപ്പുള്ള ഒരു സ്ഥിതി ഇന്നുമുണ്ട്. കാരണം ഇടതുപക്ഷം പറഞ്ഞാൽ ആൾ ശ്രദ്ധിക്കും.
അതിൻ്റെ ലക്ഷണമാണ് ഇന്നലെ കേരളത്തിലെ സമരത്തിൽ കണ്ടത്. കാരണം പഞ്ചാബ് മുഖ്യമന്ത്രി വരുന്നു, ഡൽഹി മുഖ്യമന്ത്രി വരുന്നു, അതുപോലെ തന്നെ മാഷ് തന്നെ ശരിയായി വിലയിരുത്തിയതുപോലെ ഏറ്റവും ടോപ്പ് പൊളിറ്റീഷ്യനായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള വരുന്നു. അത് ഇൻ്റർനാഷണൽ പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. കാരണം കാശ്മീരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കും. കാരണം അങ്ങനെയുള്ളൊരു പൊളിറ്റീഷ്യൻ അതിലേക്ക് വരുന്നു. കാരണം ഇത് കാണിക്കുന്നത് BJP-യുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഇഷ്യൂ ഏറ്റെടുക്കേണ്ടത്, ആ ഇഷ്യൂ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയുന്നുള്ളൂ, കോൺഗ്രസ്സിന് കഴിയുന്നില്ല. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ജാർഖണ്ഡിൽ ഇന്ത്യയിലെ ആകെയുള്ളൊരു ആദിവാസി മുഖ്യമന്ത്രിയാണ്. ആ ആദിവാസി മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ 8 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു കടലാസ് നിങ്ങൾ കാണിക്കുക എന്ന് അദ്ദേഹം നിയമസഭയിൽ വെല്ലുവിളിച്ചു BJP-യെ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ജയിലിലിട്ടിരിക്കുകയാണ്. ഇതൊരു വലിയ വിഷയമാണ്. ആ വിഷയത്തെ എങ്ങനെയാണ് കോൺഗ്രസ് അഡ്രസ്സ് ചെയ്തത്? എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അത് ഒരു വലിയ വിഷയമാക്കിയിട്ട് ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നുവെങ്കിൽ ആദിവാസി ബെൽറ്റ് ഉണ്ട്, വലിയൊരു ജനവിഭാഗമാണ് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ. ആദിവാസികൾ ഒരിക്കലും ഹിന്ദു സ്കീം ഓഫ് തിങ്സിൽ നിൽക്കുന്നവരേ അല്ല. അവർക്ക് അവരുടേതായ ആചാരങ്ങളും അവരുടേതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയപ്പോൾ ആദ്യം ഒഴിവാക്കിയത് ആദിവാസികളെയാണ്. കാരണം ആദിവാസികൾ ഇവർ പറയുന്നവർ നിൽക്കുന്ന ഒരു വിഭാഗീയമല്ല. അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പോലും അതിനൊരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ, അതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. കാരണം കോൺഗ്രസ്സാണ് BJP-ക്കെതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നുള്ളത് കോൺഗ്രസ് തെളിയിച്ചു കൊടുക്കണം. തെളിയിച്ചു കൊടുത്താൽ മാത്രമേ ആ കോൺഗ്രസ്സിന് ആളുകൾ വിശ്വസിക്കൂ. അല്ലെങ്കിൽ ഇതുവരെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, റീജിയണൽ പാർട്ടികൾ, ആ റീജിയണൽ പാർട്ടികളിൽ കൂടിയാണ് ആളുകൾ പോകുക. സർ ദിനേശൻ, കേരളത്തിൽ ഇപ്പോൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയൊരു ദൗർബല്യം, ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഘട്ടമാണ്. കാരണം രാജ്യമാകെ ഇങ്ങനെ ഒരു സമരത്തിനൊപ്പം നിൽക്കുമ്പോൾ, കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ നിൽക്കുമ്പോൾ, കേരളത്തിലെ കോൺഗ്രസ് എപ്പോഴും ഇടനിരഞ്ഞ് നിൽക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു നേതൃത്വമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവർ കൂടുതൽ ദൗർബല്യങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു അവസ്ഥയല്ലേ ശരിക്കും കോൺഗ്രസ്? കേരളത്തിലെ കോൺഗ്രസ് BJP-യുടെ രാഷ്ട്രീയവുമായിട്ട് സമരം ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, BJP-യുമായി ചേർന്നുകൊണ്ട് എങ്ങനെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി പറ്റും എന്ന നിലയിലേക്കാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. കോലീബി സഖ്യം എന്ന് പറയുന്ന രീതിയിൽ വടകര പാർലമെൻറ്റ്, അതുപോലെ തന്നെ ബേപ്പൂർ നിയമസഭാ മണ്ഡലം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കൂട്ടുകെട്ട് എന്നുള്ള നിലയിൽ അവർ പ്രവർത്തിച്ചതിന് വ്യത്യസ്തമായി ഇപ്പോൾ ആശയപരമായി തന്നെ ഞങ്ങൾ യോജിച്ച് നിൽക്കുന്ന ആളുകളാണ് എന്ന തരത്തിലേക്ക് ഇപ്പം മാറിപ്പോയത്. അതുകൊണ്ടാണ് നെഹ്റുവിനെയും അതുപോലെ തന്നെ പിന്തുടരുന്ന രീതി RSS-മായി ചേർന്നുകൊണ്ടാണ് എന്ന രീതിയിലുള്ള സമീപനം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഈ കേന്ദ്ര ഏജൻസികൾ ഈ രാജ്യത്തിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ടും പ്രതികാര ബുദ്ധിയോടുകൂടി ഇടപെടുന്ന സാഹചര്യം ഇന്ത്യയിലെമ്പാടുണ്ടായി. കേരളത്തിലും അതിൻ്റെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ കേരളത്തിലുണ്ടായി. അങ്ങനെ ഇടപെടലുണ്ടായപ്പോഴും കോൺഗ്രസ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൂടെ നിൽക്കുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കും എന്ന് പൊതുവിൽ അവർ പ്രഖ്യാപിക്കുമെങ്കിലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, RSS-ഉം അതുപോലെ സംഘപരിവാറിൻ്റെ ഗവൺമെൻറ്റും എല്ലാം ചേർന്നു ഈ ഗവൺമെൻറ്റിനെ തകർക്കാനും കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാനും വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനൊപ്പവും അവർ നിലകൊള്ളുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായി പരിശോധിച്ചാൽ RSS-ന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നില്ല എന്ന പ്രശ്നം നിൽക്കുകയാണ്. അതുപോലെ ചുരുക്കത്തിൽ BJP-ക്ക് ബദലാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും അതേസമയം ഇടതുപക്ഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പ്രഖ്യാപിച്ച് BJP-യുമായി ചേരുക എന്ന് പറയുന്ന പാപ്പരത്വത്തിൻ്റെ ഒരു നയമാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ കേരളം എന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന സംസ്ഥാനമാണ്, ആ രാഷ്ട്രീയമുള്ള മണ്ണാണ്. ആ മണ്ണ് സ്വാഭാവികമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. KJ-യിലേക്ക് വരുന്നതിന് മുമ്പ് മാഷയുടെ ഒരു ചോദ്യം കൂടി. ഈ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായൊരു സമരം
നടത്തിക്കഴിഞ്ഞു. അത് ആ ഒരു സമരത്തിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാവും. അതേ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു കടന്നാക്രമണം ഗവൺമെൻറ് ഉപയോഗിച്ച്, കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ച് തുടരുകയാണ്. എങ്ങനെയാണ് ആ ഒരു അതിന് കേരളത്തിൽ കോൺഗ്രസ് അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ദിനേശൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനെ നേരിടാൻ ശ്രമിക്കുന്നത്? നേരത്തെ ഒരു വലിയൊരു ശ്രമം നടത്തി പരാജയപ്പെട്ടതാണ് സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ. വീണ്ടും അതുപോലെയുള്ളൊരു ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെയും കടന്നാക്രമിക്കുക എന്നുള്ളത് കുറേ കാലമായിട്ട് തുടരുന്ന അവരുടെ ഒരു ഉന്നാണ്. പക്ഷേ അതൊന്നും എവിടെയും ഇതേവരെ ഏശിയിട്ടില്ല. ഇപ്പോഴും ഓരോ ദിവസവും ഓരോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങളെ അപകടത്തിലേക്ക് പോവുകയാണെന്ന് അവർ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായിട്ടും കൈകാര്യം ചെയ്യുന്നതിനെയും നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ മേലെ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തന്നെ അവർക്കിപ്പോൾ പ്രയാസം തുടങ്ങിയിരിക്കുകയാണ്. അവർ ഇന്ന് എന്നോട് തന്നെ ഒരു പത്രസമ്മേളനം ഞാൻ അവിടെ പോയപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് എന്നോട് ചോദിച്ചത് എന്തിനാണ് കോടതിയിലേക്ക് പോയി? ഞാൻ പറഞ്ഞു, ഞങ്ങളിത് പറഞ്ഞ ഇത് തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ നിന്ന്, അവർ പറയുന്ന ആരോപണത്തിൽ നിന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയാൽ പിന്നെ ആ പ്രശ്നം എന്താ ഉള്ളത്? രാഷ്ട്രീയമായിട്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ കോടതി അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്തോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും കൈകാര്യം ചെയ്യുന്ന നിലപാടാണ് പൊതുവേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അത് തന്നെയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ലോകത്തൊരു പ്രതിപക്ഷവും ഒരു വികസന പ്രവർത്തനവും ആ നാട്ടിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് വി ഡി സതീശൻ പോലെ പറഞ്ഞതുപോലെ ആരും ലോകത്ത് പറയുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എവിടെയും പറയുന്നില്ല. ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും, എതിർപ്പുണ്ടാവും, ശരിയാണ്. പക്ഷേ കേരളത്തിലെ ഒരു വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞ് പ്രതിപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലാതെ വേറൊരാളുമില്ല. ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാപം. ഇവിടെ വികസനത്തിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു ഗവൺമെൻറ് ആ വികസനം നടത്താൻ അനുവദിക്കില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു പ്രതിപക്ഷം. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു ഭാഗത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ, മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ അവർ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു CPM ആണെന്നാണ്. BJP നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. BJP സ്വീകരിച്ചത് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു CPM ആണെന്നാണ്. അപ്പോൾ ആശയഗതിയിൽ രണ്ടുപേരും യോജിച്ചിരിക്കുന്നു. ഇതാണ് നേരത്തെ ദിനേശൻ പറഞ്ഞത്. ഇവർ രണ്ടും ചേർന്നിരിക്കുകയാണ്. ആ ചേർന്നിരിക്കുന്ന ആശയം പിന്തിരിപ്പൻ വലതുപക്ഷ ആശയം തന്നെയാണ്. അത് ഇടതുപക്ഷ ശക്തികൾക്ക് എതിരായിട്ടാണ് അവർ പ്രധാനമായിട്ടും കുന്തമുന വാദിക്കുന്നത്. CPIയും BJPയും തമ്മിൽ അത് വാദിക്കുന്നത് ശരിയല്ല. കാരണം എന്താ പറഞ്ഞാൽ അവർ തന്നെ അത് പറഞ്ഞു. ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഞങ്ങളിപ്പം BJP വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പഞ്ചസാരയുടെ മേലെ കൃത്യമായിട്ട് പഞ്ചസാരയുടെ സ്വഭാവം നമുക്കറിയാലോ. പിന്നെ അവിടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പഞ്ചസാര മനസ്സിലാവില്ല മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പഞ്ചസാരയുടെ മൂല്യം കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം അതിൻ്റെ രുചി എന്താണെന്ന്. അതുപോലെ CPIയും എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം. അത് BJP വിരുദ്ധമായ രാഷ്ട്രീയമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമന. പാർട്ടി കോൺഗ്രസ്സിലായാലും രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമായാലും സെൻട്രൽ കമ്മിറ്റി പ്രമേയം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാം തന്നെ പാർട്ടി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ ശത്രു BJP ആണെന്നാണ്. ആ BJPയെ പരാജയപ്പെടുത്താൻ ഓരോ സംസ്ഥാനത്തിലെയും ഓരോ മണ്ഡലത്തെ ഓരോരോ യൂണിറ്റായി എടുത്ത് BJP വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ എല്ലാവരെയും ചേർത്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താനാവും. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ 67% വോട്ട് BJP വിരുദ്ധ വോട്ടാണ്. അല്ലെങ്കിൽ 67% വരുമ്പോൾ അവർക്ക് 63% മറുഭാഗത്ത് വരുമ്പോൾ 37% മാത്രമേ അവർക്ക് വോട്ട് ഉള്ളൂ BJPക്ക്. അതിൽ നിന്ന് ഇപ്പോൾ നിതീഷ് കുമാർ പോയി എന്ന് പറയുമ്പോൾ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് കൂട്ടുന്ന സന്ദർഭത്തിൽ നിതീഷ് അപ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഒരു മാറ്റം വന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നതല്ല. നമുക്ക് ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചാൽ, ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, BJP ഭയം കൊണ്ട് ആളുകളെ പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇനി സാധ്യതയില്ല എന്ന് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതാ കാര്യം, ഓരോ സംസ്ഥാനത്തെയും ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാ സീറ്റും വിഭജിച്ച് മത്സരിച്ച് പോകുന്ന ഒരു സ്ഥിതിയൊന്നും ഉണ്ടാകാൻ പ്രായോഗികമായിട്ട് പോകുന്നില്ല. എന്നാൽ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കുക, ആ ഓരോ സംസ്ഥാനത്തിലെ ഓരോ മണ്ഡലവും ആര് മത്സരിച്ചാലാണ് BJPയെ പരാജയപ്പെടുത്താനാവുക എന്ന നല്ല വിശാലതയോടുകൂടി കണ്ട്
കൃത്യമായിട്ട് BJP വോട്ട് ചോർന്നു പോകാതെ മത്സരിക്കുന്ന സ്ഥിതി വന്നാൽ ഇന്ത്യയിൽ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നാണ് BJPയുടെ വെപ്രാളത്തിൽ നിന്ന് BJP ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രത്ന അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനാവുക അവരുടെ ഭയമാണ്. കാരണം അവർക്ക് ഉറപ്പില്ല. ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇതേപോലെ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് BJPക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് BJPക്ക് അങ്ങ് ഒറ്റക്കന്നെ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ഭയത്തിൽ നിന്നാണ്. എന്നിട്ട് ഈ ഓരോരുത്തരെയും പിടിക്കാൻ വേണ്ടി നടക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. KJ, ഒരു കാര്യം ചോദിക്കാം. BJP ലക്ഷ്യം വെക്കുന്ന 2 മണ്ഡലങ്ങളിലൊന്ന്, കേരളത്തിലെ 2 മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്, മറ്റൊന്ന് തിരുവനന്തപുരമാണെന്ന് അവർ പറയുന്നു. ഈ തൃശ്ശൂരിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരി വിതരണം ചെയ്തിട്ട് പോലും വോട്ട് പിടിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നു. അതിനു മുമ്പ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചയാൾ അവിടുത്തെ ഒരു മാതാവിന് കിരീടം കൊടുക്കുന്നു. അത്തരം ഗിമ്മിക്കുകൾ ഈ വാസ്തവത്തിൽ തൃശ്ശൂർ പോലുള്ള ക്രിസ്ത്യൻ സമുദായം കൂടുതലായി ഉണ്ടെന്ന് കരുതുന്ന തൃശ്ശൂരിലെ നഗരത്തിൽ ഉൾപ്പെടെ ഇത്തരം പദ്ധതികൾ വിജയിക്കുമെന്നും തോന്നുന്നുണ്ടോ സാർ? കേരളം മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങളും അങ്ങനെയാണ്, മഹാഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇടതുപക്ഷം ഏറ്റവും ശക്തമായി മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രചരണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതെല്ലാവർക്കും അറിയാം. BJPയുടെ മതരാഷ്ട്രവാദത്തിനെതിരെ ഏറ്റവും ശക്തിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഇടതുപക്ഷം മാത്രമാണ്. അത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഭരണഘടന 1950 മുമ്പ് അതിൻ്റെ ഭരണഘടനാ അസംബ്ലിയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതനിരപേക്ഷതയെ പറ്റിയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കളെല്ലാം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും അവിടെ കാര്യമായ പങ്കുണ്ട്. ഇടതുപക്ഷം അതിൻ്റെ നിലപാടുകളെല്ലാം ആ കാലത്ത് തന്നെ നല്ല നിലയ്ക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞത് തികച്ചും ശരിയാണ്. കാരണം കേരളം എന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നല്ല ഊന്നൽ കൊടുക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ ഒരിക്കലും BJPക്ക് ഒരു മണ്ഡലത്തിലും അധികാരത്തിൽ വരാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ തൃശ്ശൂർ നിൽക്കുമെന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെല്ലാം ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട്. അത് കേരളം ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇടതുപക്ഷത്തിനായിരിക്കും വിജയം നല്ല നിലയ്ക്ക് വരാൻ പോകുന്നത്. അല്ല, ഈ ക്രിസ്ത്യൻ മേഖലയിൽ BJP നടത്തുന്ന ഒരു പെനിട്രേഷൻ്റെ ഒരു അവസ്ഥയെ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്ത്യൻ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP നീങ്ങുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം അവരുടെ ചില പ്രഖ്യാപനങ്ങൾ കുറേ കാലം മുമ്പാണെങ്കിൽ അവർ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെയൊക്കെ ഓരോരുത്തരും പോയി കാണുകയുണ്ടായി. ഒരു ഗുണവും കിട്ടിയില്ല. അവർ ആര് ചെന്നാലും ചായ കൊടുക്കും, കാപ്പി കൊടുക്കും, വർത്തമാനം പറയും, പിരിയും, ലോഹ്യം പറയും. എന്നാൽ BJP ഈ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച കാര്യം എന്താണ്? വലിയ തോതിലുള്ള വർഗീയ വിവേചനവും വലിയ തോതിലുള്ള ആക്രമണങ്ങളും നടന്ന അവിടെ ആ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തില്ല. പ്രധാനമന്ത്രി ഒരു കാര്യവും ആ കാര്യത്തെപ്പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. BJPയുടെ ഒരു നേതാക്കന്മാരും പറഞ്ഞില്ല. അമിത്ഷാ അവിടെ പോയത് പോലുമില്ല. ഇവിടെ ഇടതുപക്ഷവും അതുപോലെ മതേതര കക്ഷികളുമെല്ലാം മണിപ്പൂർ സന്ദർശിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം ഒതുക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ കാര്യമെല്ലാം പറഞ്ഞ് കേരളത്തിൽ എങ്ങനെയാണ് അവർക്ക് വോട്ട് പിടിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ദേശാഭിമാനിയുടെ പുതിയ സ്റ്റുഡിയോയിൽ നടക്കുന്ന ആദ്യത്തെ ചർച്ചയാണിത്. ഏതായാലും നമുക്ക് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ഗോവിന്ദൻ മാഷ്, പുത്രത്ത് ദിനേശൻ, KJ, VB പരമേശ്വരൻ തുടങ്ങിയവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Yes.